നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അവിടെ ചെന്ന ആന്റി ഏത് രീതിയിലാ കളം പിടിക്കാൻ പോകുന്നേന്നുള്ള കാര്യത്തില് എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഡ്രാമ സൂപ്പറായി കേട്ടോ. ആന്റി ഇത്ര സക്സസോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും ഇതൊന്നും കണക്ക് കൂട്ടി പോയതല്ല ഹർഷേ. വാക്കാൽ വിലയുറപ്പിച്ച് ടോക്കൺ അഡ്വാൻസ് ആയി കൈമാറിയ പിന്നെ ആ കച്ചവടം മുടക്ക് അത്ര എളുപ്പമല്ലല്ലോ. അല്ല, അപ്പ തോന്നിയൊരു ബുദ്ധി. പിന്നെ ഈ നാവിന്റെ ബലം കൂടിയായപ്പോ സംഗതി കൊള്ളേണ്ടടുത്ത് കൊണ്ടു. ഇനി മേനോ സാറ് പഞ്ചരത്ന വീടിന്റെ പരിസരത്ത് പോലും വരില്ല. മേനോൻ സാർ മാത്രമല്ല ആന്റി, ആ വീടിന് വാങ്ങിക്കാൻ അടുത്ത കാലത്തൊന്നും ആരും വരില്ലേ. ഇന്ദ്രനിന് ഇത് അറിയുമ്പോ എന്തു പറയുന്ന? അവൻ പോലും അറിയാതെയല്ലേ നമ്മൾ വന്നത്. തൽക്കാലം വേറൊന്നും അറിയിക്കണ്ട അവനെ. നമ്മള് വിഷുവായിട്ട് സാക്ഷാൽ നാരായണനെ പ്രാർത്ഥിച്ചിട്ട് വരികയെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതെ. ആ സോന ഇപ്പൊ നമുക്കൂടി സദ്യ ഒരുക്കി വെച്ച് കാത്തിരിക്കാവൂ. എന്തായാലും ഈ വിഷു വെറുതെ ആയില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ടൈമാ ഹർഷേ. ശ്യാമിന്റെ ആ 24 കോടി രൂപ കൂടി ഒന്ന് കിട്ടട്ടെ. ആനന്ദമാഷിന്റെ പഞ്ചരത്നം വീട് ഞാൻ വാങ്ങും. എനിക്ക് തോന്നി ആന്റി ആ വീടിന് 1.25 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോഴേ ഇതുകൂടി മനസ്സിൽ കണ്ടിട്ടാവൂന്ന്. ലോട്ടറി അടിച്ചു കിട്ടുന്ന കാശല്ലേ, കുറച്ച് കൂടുതൽ കൊടുത്താൽ എന്താ? ആ വീട് സ്വന്തമാക്കി അവിടെ ആ ആനന്ദമാഷ് ഇരിക്കുന്ന കസേരയിൽ കയറി എനിക്കൊന്ന് നിവർന്നിരിക്കണം. ഒക്കെ നടക്കും ആന്റി. നമ്മൾ ഒരുമിച്ച് നിന്ന ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മനീഷ, സത്യേട്ടാ. എന്താ മനീഷ? വിഷമിക്കണ്ട, ഞാൻ ഉടനെ എത്താം. ശരി. ഹലോ സാറേ. പ്രതിഭ, അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്തു പറ്റി സർ? അത് മനീഷയ്ക്കും കുടുംബത്തിനും ഒരു ആക്സിഡന്റ് പറ്റി. ഞാൻ അവിടെ വരെ ഒന്ന് പോവാ. ഞാൻ ചെന്നിട്ട് വിളിച്ചോളാം. ശരി സർ. ഓക്കെ. ഇവിടെ ഇപ്പോ
ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നില്ലേ മനീഷ എന്ന് പറഞ്ഞിട്ട്? അവരേത് റൂമിലാ? മോളിലുണ്ട്. ആ ശരി. മനീഷ, എന്താ പറ്റിയേ? സത്യേട്ട, എന്റെ അച്ഛനും അമ്മയും. കരയാതെ നീ കാര്യം പറ. അല്ല, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? വിഷുവായതുകൊണ്ട് രാവിലെ ഞങ്ങൾ എല്ലാരും കൂടി അമ്പലത്തിൽ പോയി. തിരിച്ചു വന്ന വഴിക്ക് നീ വിഷമിക്കാതെ. കാറിൽ അച്ഛനും അമ്മയും ഫ്രണ്ട് സീറ്റിലായിരുന്നു, ഞാൻ പിറകിലും. ഒരു ടിപ്പർ ലോറി എതിരെ വന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ബോധം തെളിയുമ്പോ ഹോസ്പിറ്റലില്. അപ്പോ അച്ഛനും അമ്മയും? എനിക്ക് അറിയില്ല സത്യേട്ട. ഞാൻ കണ്ണു തുറക്കുമ്പോ അവരെന്റെ അരികിലില്ല. അന്വേഷിച്ചപ്പോ ICUലാണെന്നാ പറഞ്ഞ്. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയില്ല. ആദ്യം ഓർമ്മ വന്നത് സത്യേട്ടന്റെ മുഖം. അതാ ഞാൻ സത്യേട്ടനെ വിളിച്ചത്. എടോ, താനിങ്ങനെ കരയാതെ. അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല. താൻ സമാധാനമായിട്ടിരിക്കുക. ഇനി ഈശ്വരൻ എന്നെ പരീക്ഷിച്ച് മതിയായില്ല. എടോ, അങ്ങനൊന്നും പറയാതെ. അല്ല സത്യേട്ട, ഞാൻ സത്യേട്ടനെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ ഇതൊക്കെ. അത് പിന്നെ സമാധാനം എന്താന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? പിന്നെ അച്ഛനും അമ്മയും അവർക്കൊന്നും സംഭവിക്കില്ല. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? ഇനിയല്ല ഇവര് നോക്കിക്കോളൂ. പേടിക്കാനൊന്നുമില്ല. മനുഷ്യ ഇപ്പോ കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കെ. എടോ, താൻ വിഷമിക്കാതെ. കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കെ. ഞാനൊന്ന് ICUലോട്ട് ചെല്ലട്ടെ. ആ അണ്ണാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അതോർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് ആർക്കൊരു പ്രയോജനമില്ല. ഒരു വഴി അടയുമ്പോ അതിൽ നല്ല മറ്റൊരു വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പോ എന്താ ചെയ്യാ? സുശീലല്ലോ നമ്മുടെയൊക്കെ തലയിൽ എഴുതിയത്. ഈശ്വരനല്ലേ? ഒന്നിലും ഒരു വിശ്വാസം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ദാസ്. സ്വന്തം കണക്കുകൂട്ടലുകളെ പോലും മറ്റേതൊരു ദുഷ്ടശക്തി ഇടപെട്ട് തെറ്റായ വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവനവന്റെ ചിന്തകൾ തന്നെ പിഴച്ചു പോകുമ്പോ എന്ത് ധൈര്യത്തിലാ മുമ്പോട്ട് പോവുക?